Watch India's largest kids library only on Jio Hotstar. Download the app now. ഇതൊക്കെ വെച്ചോളൂ. പിന്നെ ഇതിനൊക്കെ കൂടെ എത്ര കാശ് കിട്ടും? ആദ്യം ഞാൻ സാധനങ്ങളൊക്കെ നോക്കട്ടെ, എന്നിട്ട് പറയാം എത്ര രൂപയാണെന്ന്. ഇതെന്താ? അതവിടെ വെക്ക്. ഇത് കടൽ കൊള്ളക്കാരൻ ക്യാപ്റ്റൻ ക്രൂക്കിന്റെ സാധനമാണ്. ഇതിന് നല്ല വിലയുണ്ട്. പ്ലീസ് ഇതെനിക്ക് തരൂ പ്ലീസ്. പക്ഷെ ഇതിന്റെ പൈസ ആര് തരും? പൈസയൊന്നും എന്റെ കയ്യിലില്ല. പക്ഷെ ഇതിന് പകരമായിട്ട് എന്റെ എല്ലാ സാധനങ്ങളും വെച്ചോളൂ. ഇതുകൊണ്ടൊന്നും ആവില്ല. വേറെ നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോവാ. ഇതും വെച്ചോളൂ. ഒരു സാധനം മേടിക്കാൻ വേണ്ടി വീട് മുഴുവനും നീ കൊടുത്തല്ല മോട്ടു. ആകെ ബാക്കി ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീ ഇപ്പൊ എടുത്തു കൊടു. ഇനിയും കൊണ്ടുപോവാ. ഇനിയും സാധനങ്ങൾ കൊണ്ടുപോവാ. ഇത് മതിയായില്ല. അല്ല നീ ഇതെങ്ങോട്ടാ ഓടുന്നേ? ഈ സാധനം കൂടി എടുത്തിട്ട് പോ. മോട്ടു അയാള് നിന്നെ മണ്ടനാക്കിട്ട് പോയതാ. രക്ഷിക്കൂ, എന്നെ പുറത്തേക്ക് കൊണ്ടുവരൂ. പത്തുലു, ഇതിനുള്ളിൽ ആരോ ഉണ്ട്. ഇത് കൊള്ളാലോ. ഇതിനുള്ളിൽ എങ്ങനെയാ കൊള്ളക്കാരൻ വന്ന് കേറിയേ? എന്തോ പ്രശ്നമുണ്ട്. എനിക്കിതാ 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 എനിക്കിതാ. ഇനി നിങ്ങളുടെ കറക്കവും ചാട്ടവും ഒക്കെ കഴിഞ്ഞെങ്കിൽ വാ, നമുക്ക് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം. പണിയുടെ കാര്യമാണോ? ഓ അങ്ങനെയാണോ? എന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചോദിച്ചാലും നീ ചെയ്തരുന്നാണോ? ഞാൻ ക്യാപ്റ്റൻ ക്രൂക്കാണ്, ഒരു കടൽ കൊള്ളക്കാരൻ, പിന്നെ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനും. ഞാൻ ജോലി ചെയ്യാറില്ല, ജോലി ചെയ്യിപ്പിക്കാറുള്ളൂ. നീ മറക്കുന്നു, നിന്നെ കുഴലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളാ, അതായത് നിന്റെ മുതലാളി. നീ മറന്നുപോയി ഞാനൊരു കൊള്ളക്കാരനാണെന്നുള്ള കാര്യം. അല്ലാതെ ഞാൻ അലാവുദ്ദീന്റെ ജിന്നൊന്നുമല്ല നിങ്ങൾ പറയുന്നതെല്ലാം ചെയ്യാൻ. പെട്ടെന്ന് പറ, നിധി എവിടെയാണ്? ഞാൻ ലോകത്തുള്ള നിധികളെല്ലാം മോഷ്ടിക്കാൻ വന്നതാണ്. സ്വർണം, വെള്ളി, ഡയമണ്ട്സ്, പിന്നെ മുത്തുകൾ. ഞാനിതാ വരുന്നു. നിധി എന്ന് പറയുമ്പോ അത് ജ്വല്ലറി ഷോപ്പിലല്ല ഉണ്ടാവുക. ജ്വല്ലറി ഷോപ്പാണെങ്കിൽ ഫുർഫുറി നഗറിൽ മാത്രമേ ഉള്ളൂ. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യേ, അല്ലെങ്കിൽ അവൻ ജ്വല്ലറി കൊള്ളയടിക്കും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. വേഗം വാ, ഇൻസ്പെക്ടർ ചിങ്കം സാറിന് റിപ്പോർട്ട് ചെയ്യാ. പെട്ടെന്ന് പോകാൻ സാറേ, അയാളെ ജ്വല്ലറി ഷോപ്പ് കൊള്ളയടിക്കാൻ പോയിരിക്കുക. പത്ലു, നീ വിഷമിക്കരുത്. ഞാൻ ഇൻസ്പെക്ടർ ചിങ്കമാണ്. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഞാൻ ഇപ്പൊ തന്നെ അവനെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. എന്റെ അമ്മോ, ഇതെന്താ പ്രേതാണോ? എന്താണ് സംഭവിക്കണത്? ഇൻസ്പെക്ടർ ചിങ്കം സാറേ, മീറ്റ് ക്യാപ്റ്റൻ ക്രൂക്ക് ദ സീ പൈററ്റ് ആൻഡ് ക്യാപ്റ്റൻ ക്രൂക്ക്. ഇദ്ദേഹത്തെ പരിചയപ്പെട്. ഇതാണ് ഇൻസ്പെക്ടർ ചിങ്കം. ഓ, അപ്പോൾ നിങ്ങൾ നിയമത്തിന്റെ ആളാണല്ലേ? കൊള്ളാം, വരൂ.
നമുക്കിപ്പോ കള്ളനും പോലീസും കളിക്കാം. എന്റെ അമ്മോ, നിയമമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. നീ മര്യാദക്ക് നിന്നോ, നിൽക്കാനാ പറഞ്ഞത്, ഇങ്ങനൊന്നും ചെയ്യരുത്. യു സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇതേപോലത്തെ ഡയലോഗുകൾ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്. മോട്ടു, നീ ഇവൻ രക്ഷപ്പെടാതെ നോക്ക്. ഞാൻ ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയിട്ട് വരാം. ഈ അദൃശ്യനെ ഞാനിങ്ങനെ നോക്കിയിരിക്കാനാണ്. Stop in the name of law. ഐഡിയ. അപ്പച്ചി, പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ല അനുഭവത്തിൽ ഞാൻ ഇതുവരെ ഒരു കടൽ കൊള്ളക്കാരനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ എവിടെയെങ്കിലും ഒളിഞ്ഞു മാറി നിന്ന് അവനെ കണ്ടോളാം, പക്ഷെ വഴക്കൂടില്ല. എന്റെ രോഗികളാണ് സത്യം. നിങ്ങൾ അവനെ എങ്ങനെയെങ്കിലും ആ ടൈം മെഷീനിലേക്ക് ഒന്ന് എത്തിക്ക്. പിന്നെ അവനെ ഞാൻ തിരിച്ചയച്ചോളാം. പക്ഷെ അവനെ ടൈം മെഷീനിലേക്ക് എങ്ങനെ കൊണ്ടുവരും? ഐഡിയ. അവൻ ടൈം മെഷീന്റെ അടുത്തേക്ക് വരും, താനെ വന്നോളും. അയ്യോ, ഇതെന്ത് പറ്റി? എന്റെ ആഭരണങ്ങളൊക്കെ എവിടെ പോയി? ഇതിപ്പോ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ, ദൂരം ഓടിക്കോ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇവിടെ 4 ഭാഗത്തും പോലീസിനെ വളഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മോ, എന്റെ വടി തിരിച്ചു വന്ന് എന്നെ തന്നെ തല്ലുന്നുവോ? വേണ്ട, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിന്നോട് ചിങ്കത്തിന്റെ ഭാഷയിൽ പറയുന്നു. ചിങ്കം സാർ വിട്ടോ. ഈ കളി നല്ല രസമുണ്ട്. തിരിച്ചോട്. ഓ, നിധി, പിന്നെയും നിധി. വരൂ, കൊള്ളയടിക്കാം. സ്വർണം, വെള്ളി, ഡയമണ്ട്സ്, മുത്തുകൾ. അടിപൊളി. അല്ല ജഡ്ക, എന്റെ വല്യേട്ടാ, നിങ്ങളെപ്പോഴാ ബാങ്കൊക്കെ തുടങ്ങിയത്? ഇവിടെ എനിക്ക് സമൂസ കഴിക്കാൻ കിട്ടാതിരിക്കുമ്പോഴാ നിങ്ങൾ ഈ ബാങ്കൊക്കെ തുടങ്ങിയിരിക്കുന്നതല്ലേ? നിങ്ങളൊക്കെ എന്ത് കൂട്ടുകാരാ? അല്ല, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറയുന്നത്? നീ എന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നില്ലേ? എന്നിട്ട് നീ പോലും പറഞ്ഞില്ലല്ലോ ഈ ബാങ്ക് തുടങ്ങിയ കാര്യം. ഇവിടെ സ്വർണവും വെള്ളിയും ഒക്കെ ഉണ്ട്, പക്ഷെ എന്റെ വീട്ടിലൊരു തകരപ്പാട്ട പോലും ഇല്ല. പെട്ടെന്ന് പറഞ്ഞോ. സ്വർണം, വെള്ളി, ഡയമണ്ട്സ്, മുത്തുകൾ, ഇതെല്ലാം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിധി, വീണ്ടും നിധി. വരൂ, കൊള്ളയടിക്കാം. സ്വർണം, വെള്ളി, ഡയമണ്ട്സ്, മുത്തുകൾ. അവൻ അങ്ങനെ പെട്ടേ. കൊള്ളാം, പത്തിനും കൊള്ളാം. എന്തായാലും കൊള്ളാം. ഈ മെഷീന്റെ ഒരു ബട്ടൺ അമർത്തുമ്പോഴേക്കും ഇവന്റെ സ്ഥിതി ഇതുപോലെ ആണെങ്കിൽ ഇതിലുള്ള എല്ലാ ബട്ടണും പിടിച്ചമർത്തിയ ഇവൻ എന്താവും? മോട്ടു, നീ എന്താ ചെയ്തേ? ടൈം മെഷീൻ ഇപ്പൊ തിരിച്ചു കറങ്ങാൻ തുടങ്ങും. നിർത്ത. പൊളിച്ചെടുത്തല്ലോ. കൊള്ളാം, അതിമനോഹരം. എന്താ കഥ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
ഞാൻ എന്റെ ഷിപ്പിലേക്ക് പോയി തിരികെ മടങ്ങി വന്നിരിക്കുന്നു. വാവ്! വരൂ, എല്ലാവരും പുറത്തേക്ക് വരൂ. ജെന്റിൽമാൻ, എന്റെ സഹോദരന്മാരെ പരിചയപ്പെടൂ. ഇതാണ് ക്യാപ്റ്റൻ ഗ്രൂക്ക്, ഇതാണ് ക്യാപ്റ്റൻ ഷ്രൂക്ക്. ഇനി നിങ്ങൾ എന്റെ ഷിപ്പിലുള്ള ബാക്കി ആളുകളെയും കൂടി പരിചയപ്പെടൂ. Watch India's largest kids library only on Geo Hotstar. Download the app now.